2026 ഡിസംബറിന് മുൻപായിട്ട് ഒരു PSC ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വിഷന് ഒരു അതിർത്തി ഉണ്ടാവണം. അതായത് എന്നെങ്കിലും ഒരു എക്സാം നേടാം എന്നല്ല വിചാരിക്കേണ്ടത്. ഇത്ര നാളുകൾക്കുള്ളിൽ ഈ എക്സാം ഞാൻ ജയിച്ചിരിക്കും എന്നൊരു തോട്ടാണ് നമുക്ക് വേണ്ടത്. പല കുട്ടികളും ചെയ്യുന്നത് ഒരുപാട് PSC കളുണ്ടല്ലോ, ഏതെങ്കിലുമൊക്കെ PSC എഴുതി ഏതെങ്കിലും കയറാമെന്ന് കരുതിയിട്ട് ജനറലായിട്ട് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, നിങ്ങളൊരു 2 എക്സാം അല്ലെങ്കിൽ ഒരു എക്സാം സെലക്ട് ചെയ്യുക. ആ എക്സാമിന് ഞാൻ എന്തായാലും പാസ്സായി ജോലി വാങ്ങിച്ചിരിക്കും. അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി വേണം പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഡിസംബർ എന്നൊരു കണക്ക് വെച്ചിട്ടുള്ളത്. അതായത് ഇനി ഏകദേശം നിങ്ങളുടെ മുമ്പിൽ ഒരു 9 മാസമുണ്ട്. ആ 9 മാസം കൊണ്ട് നന്നായിട്ട് പഠിച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, ഏത് എക്സാമിനാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്യുക. എപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാലും കമൻറ്റിൽ വരുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നതെന്ന്. നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് തയ്യാറെടുക്കുകയെന്നിരിക്കട്ടെ. അപ്പോൾ ആ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടുള്ള പുറകിലേക്കുള്ള 10 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് കളക്ട് ചെയ്യേണ്ടത്. അതായത് 900കളിൽ, അതായത് 1998 അതിലൊക്കെ നടത്തിയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് വേണ്ട. ഇപ്പോൾ തൊട്ടുള്ള ആ ഒരു 2016 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എത്ര പ്രാവശ്യം എക്സാം നടന്നു അതിൻ്റെ കാറ്റഗറി നമ്പർ നെറ്റിൽ നോക്കുക. ആ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ PDF എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല സൈറ്റുകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഇപ്പോൾ 2022 പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ടൈപ്പ് ചെയ്യുമ്പം ഒരുപാട് വേറെ വീഡിയോസ് കാണാം. അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലുകൾ ഉണ്ടാകും. അങ്ങനത്തെ PSC ചാനലുകൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയിട്ടുള്ള ബുക്സ് നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാം. PSCയുടെ സൈറ്റിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ. അപ്പോൾ പരമാവധി ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതെല്ലാം പ്രിൻ്റ് എടുത്ത് ഒരു ഫയലാക്കി വെക്കുക. എന്നിട്ട് ചെയ്യേണ്ടത്, ഡെയിലി ഇപ്പോൾ നമ്മളൊരു 100 ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളത്. അപ്പോൾ ഡെയിലി ഒരു 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ രാവിലെ തിയറിയാണ് പഠിക്കുന്നതെങ്കിൽ വൈകുന്നേരം ഒരു 20 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതിപ്പോൾ 2016 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിലൊരു 20 ക്വസ്റ്റ്യൻസ് വൈകുന്നേരം അറ്റൻഡ് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഒന്ന് വായിക്കാനുള്ള സമയം കൂടി കണ്ടെത്തുക. നെക്സ്റ്റ് ഡേ വീണ്ടും അടുത്ത തിയറി പഠിക്കുക. വൈകുന്നേരം ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ ബാക്കി 20 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്തു പോവുകയാണെങ്കിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ കഴിയും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതുപോലെ എക്സാമിന് ചോദിക്കുന്നതൊന്നും ഇപ്പോൾ സാധാരണമല്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കുന്ന ഒരു ട്രെൻഡ് കാണാറുണ്ട്. അതുകൊണ്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് കറൻറ്റ് അഫെയർസ് മാക്സിമം പഠിക്കുക എന്നുള്ളതാണ്. ഇതും സ്ഥിരം വരുന്ന സംശയമാണ്, എങ്ങനെയാണ് കറൻറ്റ് അഫെയർസ് പഠിക്കേണ്ടതെന്ന്. കറൻറ്റ് അഫെയർസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു നോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ പോലെ കിട്ടുന്ന കാര്യമല്ല. അത് നമ്മൾ എത്രത്തോളം സെർച്ച് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് പത്രങ്ങളൊന്നും വാങ്ങിച്ച് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ വീട്ടിലിപ്പോൾ മനോരമ, മാതൃഭൂമി ഏതെങ്കിലും ഒരു പത്രമാണെന്നിരിക്കട്ടെ, മുൻനിരയിലുള്ള പത്രങ്ങൾ ഏതെങ്കിലും ആയിരിക്കണം, കാരണം അതിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത്. അത് ഡെയിലി രാവിലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങളിപ്പോൾ ചായ കുടിക്കുന്നതിനോടൊപ്പം തന്നെ പത്രം വായിക്കുന്നത് ശീലമാക്കുക. കൂടെ ഒരു പേപ്പറും പേനയും വയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ PSCയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കറൻറ്റ് അഫെയർസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഓരോ വാർത്തകളും നമ്മൾ അരിച്ചു പെറുക്കി വായിക്കുമ്പോൾ. ഇപ്പോൾ സ്പോർട്സ് പേജിലെ അവാർഡുകളോ അല്ലെങ്കിൽ രാഷ്ട്രപതി അവാർഡുകൾ, പത്മഭൂഷൺ, അതുമാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മളിപ്പോൾ ചെറിയ കണ്ടുപിടുത്തങ്ങൾ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പോവുക. അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് പുതിയ പദ്ധതി, ഗവൺമെൻറ് അതായത് ദേശീയ സർക്കാരിൻ്റെ പുതിയ പദ്ധതി, അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവുക. അതുപോലെ കറൻറ്റ് അഫെയർസ് ഇറങ്ങിയ ബുക്സ് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ചെറിയ ബുക്സ് വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഡെയിലി കറൻറ്റ് അഫെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. ഡെയിലി അവർ കറൻറ്റ് അഫെയർസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകും. ആ ചാനലുകൾ മസ്റ്റായിട്ട് ഡെയിലി ഫോളോ ചെയ്യുന്നതും കറൻറ്റ് അഫെയർസുമായിട്ട് നല്ലൊരു ബന്ധം നമുക്കുണ്ടാവും. കറൻറ്റ് അഫെയർസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പഠിക്കേണ്ട കാര്യമല്ല. പലപ്പോഴും ചെയ്യുന്ന അബദ്ധമാണ് നമ്മൾ പരീക്ഷയുടെ തലേന്നായിരിക്കും കറൻറ്റ് അഫെയർസ് നോക്കുന്നത്. അങ്ങനെയല്ല, ആദ്യം തൊട്ടേ കറൻറ്റ് അഫെയർസ് നോക്കി പോവുക. മൂന്നാമത് ചെയ്യേണ്ട കാര്യം, ഈ 9 മാസം കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു പ്ലാൻ തയ്യാറാക്കുക. ഓരോ മാസവും ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ച് തീർക്കണം എന്നൊരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കുക. അതോടൊപ്പം റിവിഷന് സമയം കണ്ടെത്തുക.
ഒത്തിരി പഠിച്ചിട്ട് റിവിഷൻ ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് 9 മാസം കൃത്യമായിട്ട് പഠിക്കും, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യും. റിവിഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേക സമയമൊന്നും വേണ്ട. രാത്രി കിടക്കാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത്, അതായത് നോക്കി വായിക്കാതെ മനസ്സിൽ ഓർക്കാൻ ശ്രമിക്കുക. മറന്നത് മാത്രം പോയി നോട്ട്സിൽ നോക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുളിക്കുന്ന നേരം, അങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള അവസരമുണ്ടല്ലേ. നമ്മൾ ബുക്സ് എടുക്കുന്നില്ലല്ലോ, നമ്മൾ മനസ്സിൽ ഓർത്ത് നോക്കിയാണ് ഇന്ന പോയിൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചതെന്ന്. മറന്നു പോകുന്നത് മാത്രം നമ്മൾ ബുക്ക് തുറന്ന് നോക്കുക. അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യുക. ഏറ്റവും മടിയുള്ള കാര്യമാണ് നമുക്ക് റിവിഷൻ എന്ന് പറയുന്നൊരു കാര്യം. അത് ഏത് എക്സാം ആണെങ്കിലും, PSC എന്നല്ല, ഏത് എക്സാമിനാണെങ്കിലും റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ പഠിച്ചിട്ട് റിവിഷൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വെച്ച വര പോലെ ആയിപ്പോൾ. അതുകൊണ്ട് മസ്റ്റായിട്ട് 9 മാസവും റിവിഷൻ കൂടി ചെയ്യുക. ഇതുപോലെയുള്ള സ്റ്റഡി മോട്ടിവേഷൻ ടിപ്സ് ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിൽ മെയിൽ ചെയ്താൽ മതി. കുറേ പേര് മെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഏകദേശം ബൾക്ക് ഓർഡർ വന്ന ശേഷം അതിന് റിപ്ലൈ തന്നിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ.